നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയാൻ പോകുന്ന നാളുകൾ ഉണ്ടോ എന്ന് നോക്കണേ. മെയ് 25 എന്ന് പറയുന്ന ദിവസം ജ്യോതിഷ ലോകം ഒന്നടങ്കം, ലോകമെമ്പാടുമുള്ള ജ്യോതിഷ പണ്ഡിതരെല്ലാവരും ഉറ്റുനോക്കുന്ന ദിവസമാണ്. അതായത് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം മെയ് 25 ശുക്രൻ ഉദിക്കുന്ന ദിവസമായിട്ടാണ് തെളിയുന്നത് എന്നുള്ളത്. ശുക്രഗ്രഹത്തിന്റെ അനുഗ്രഹത്താൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ, ഞാൻ ഈ പറയാൻ പോകുന്ന നാളുകാരുടെ ജീവിതത്തിൽ ചില ഐശ്വര്യങ്ങൾ, ചില മഹാത്ഭുതങ്ങളൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ ഇന്ന് പറയുന്ന നാളുകളിൽ ഒരു നാളെങ്കിലും, 10 നാള് പറയും, ആ 10 നാളിൽ ഒരു നാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ തലവര തെളിയും, നിങ്ങളുടെ വീട് രക്ഷപ്പെടും. നിങ്ങളോ മക്കളോ വീട്ടിൽ ആരെങ്കിലോ ഈ നക്ഷത്രക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മൊത്തം ഉയർച്ച ആരംഭിക്കുകയാണ്. ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളും നമ്മളുടെ സന്തോഷങ്ങളും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ്. ആ ശുക്രന്റെ ഐശ്വര്യത്താൽ നിങ്ങളുടെ വീട് രക്ഷപ്പെടും, എഴുതി വെച്ചുകൊള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ദീർഘിപ്പിക്കുന്നില്ല, ആ നാളുകാർ ഏതൊക്കെയാണ് എന്ന് ഞാൻ പറയാം. ഇതിൽ ഒരു നാളെങ്കിലും വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് ഇത് പറയാൻ മറക്കരുത്. ധൈര്യമായിരിക്കൂ. നിങ്ങളുടെ സങ്കടങ്ങളും കണ്ണീരും ദുഃഖവും ദുരിതവും, നിങ്ങൾക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതൊക്കെ അവസാനിക്കും. മെയ് 25 എന്ന് പറയുന്ന ജ്യോതിഷരെല്ലാവരും ഉറ്റുനോക്കുന്ന ദിവസമാണ്. ആ ദിവസം നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. മാറ്റങ്ങൾ ഇവിടം കൊണ്ട് ആരംഭിക്കും എന്നുള്ളതാണ്. ഇനി ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടാവില്ല. ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ എത്താൻ പോകുന്നു. ധൈര്യമായി മുന്നോട്ട് പോകൂ എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈശ്വരനായിട്ട് ജീവിതത്തിനൊരു പ്രതീക്ഷ നൽകാൻ, ജീവിതത്തിൽ എല്ലാം തകർന്നിരിക്കുന്ന സമയത്ത് എന്നെക്കൊണ്ട് അരുൾ ചെയ്യിച്ചതാകും, ഭഗവാൻ നിമിത്തമാകും ഞാനിത് പറയാനിടയായത്. സർവം ഗംഭീരമായി കിട്ടും. ഞാൻ ഈ പറയുന്നത് അച്ചിട്ടായി നിങ്ങളുടെ ജീവിതത്തിൽ ഫലിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ ദീർഘിപ്പിക്കുന്നില്ല, ഒന്നൊന്നായിട്ട് പറയാം. ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു ഉത്രം പിറന്നവനോ അല്ലെങ്കിൽ ഒരു ഉത്രം പിറന്നവളോ ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ നിലവിലുള്ളത് ഞാനിപ്പോൾ പറയാം എങ്ങനെയാണെന്നുള്ളത്. നിലവിൽ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഉത്രംകാരുടെ ജീവിതത്തിൽ ഒരുപാട് രീതിയിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെട്ട് കിടക്കുകയാണ്. എന്താണ് തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ? ചെന്ന് കയറുന്ന കാര്യങ്ങളൊക്കെ പാതി വഴിയിൽ നിന്ന് പോവുക, ചെന്ന് കയറുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരിക, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ ജീവിതത്തിൽ ഇങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുക. ഭാവിയെപ്പറ്റി ഓർത്തു കഴിഞ്ഞാൽ വീട്ടിലെല്ലാവർക്കും ആശങ്കയാണ്, വീട്ടിൽ ദുഃഖമാണ്, വീട്ടിൽ പലപ്പോഴും പല ദിവസങ്ങളിലും കണ്ണീരൊഴിയാത്ത ദിവസങ്ങളില്ല എന്നുള്ളതാണ്. അതായത് എല്ലാ ദിവസവും വീട്ടിൽ ഒരാളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ കാര്യത്തിൽ എന്നും ഒരു അലട്ടലും അല്ലലും ദുഃഖവും അല്ലെങ്കിൽ തോരാത്തൊരു കണ്ണീര് വീട്ടിൽ കിടപ്പുണ്ട് എന്നുള്ളതാണ്. വല്ലാതെ മനപ്രയാസപ്പെടുന്നുണ്ട് ഉത്രം നക്ഷത്രക്കാരും അവരെ ചുറ്റി നിൽക്കുന്ന ആളുകളും എന്ന് പറയുന്നത്, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളും എന്ന് പറയുന്നത്. ഉത്രംകാരുടെ ജീവിതത്തിൽ ഈ കണ്ണീരെല്ലാം നീങ്ങാൻ പോവുക. ഞാൻ നേരത്തെ പറഞ്ഞ തടസ്സങ്ങളൊക്കെ മാറി ജീവിതം തെളിയാൻ പോവുകയാണ്. എഴുതി വെച്ചുകൊള്ളൂ. ഈശ്വരൻ നിമിത്തമാണ് പറയുന്നത്, ഭഗവാനെ സാക്ഷി നിർത്തി പറയുന്നു, നാരായണനെ സാക്ഷി നിർത്തി പറയുന്നു, മഹാലക്ഷ്മിയെ സാക്ഷി നിർത്തി പറയുന്നു. ഇവരുടെ ജീവിതം അടിമുടി മാറാൻ പോവുകയാണ്. ജീവിതത്തിൽ സ്വപ്നം കണ്ടതൊക്കെ ഉത്രംകാരെ തേടിയെത്താൻ പോവുകയാണ്. ഉത്രംകാരുടെ ജീവിതത്തിൽ ഭഗവാനെ രക്ഷിക്കണേ, ഇന്നത് നടത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള പൊട്ടും പൊടിയും വരെ, എന്താണ് പൊട്ടും പൊടിയും എന്ന് പറയുന്നത്? ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പ്രാർത്ഥിച്ചത് ഈശ്വരനായിട്ട് വരമായിട്ട് ഇവർക്ക് കൊടുക്കാൻ പോവുകയാണ്. ഇവരുടെ പ്രാർത്ഥനകൾ സഫലമാകും. സ്വപ്നം കണ്ടതിനും ഒരു പടി മുകളിൽ ഇവരുടെ ജീവിതം ഉയരും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. വീട്ടിലൊരു ഉത്രംകാരനോ ഉത്രംകാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരിക്കാൻ പറയണം, പിന്തിരിഞ്ഞോടരുത് എന്ന് പറയണം. എന്താണ് ഓടരുത് എന്ന് പറയുന്നത്? അതായത് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ട് അയ്യോ എന്നെക്കൊണ്ട് ഇത് പറ്റില്ല, എന്നെക്കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞോടരുത് എന്ന് പറയണം. ജഗദീശ്വരൻ കൂടെയുണ്ട്. സർവം മംഗളമാകും, ഗംഭീരമാകും. ധൈര്യമായിരി, ശുക്രൻ ഉദിക്കുകയാണ്, ജീവിതം രക്ഷപ്പെട്ടിരിക്കും.
രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ്. ജീവിതത്തെ തന്നെ സ്വയം പഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന മൂലം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. എന്താണ് സ്വയം പഴിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവമേ ഞാനൊരു ഭാഗ്യം കെട്ടവനാണല്ലോ, ഞാനൊരു ഒരു ഭാഗ്യമില്ലാത്തവളാണല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ, ദൈവമേ എനിക്ക് മാത്രം എന്തിനാണ് ഈശ്വര ഇത്രയും പരീക്ഷണം, ഞാൻ ഈ പ്രാർത്ഥനയും വഴിപാടും അമ്പലവും എല്ലാം നടന്നിട്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഈ ദുഃഖം ഒഴിയാത്തത്. ഭഗവാനോട് പലപ്പോഴും മനസ്സ് പൊട്ടി ചോദിച്ചു പോയിട്ടുണ്ട്, ഈശ്വര നീ എന്നെക്കാൾ പകുതി ഭക്തിയുള്ളവർക്ക് പോലും വാരിക്കോരി കൊടുക്കുന്നല്ലോ, എന്നെ എന്തിനാ ഈ പരീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പം ഞാനിത് പറയുമ്പം പോലും നിങ്ങൾ മൂലംകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈ കാര്യമുണ്ട്. പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ, ചിലപ്പോൾ പുറത്തെല്ലാവരോടും പറഞ്ഞു നടക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് പറയുന്നത് ഈ നിമിഷത്തിൽ പോലും നിങ്ങളുടെ മനസ്സിനകത്ത് ഞാൻ ഈ പറഞ്ഞുകൊണ്ട്, ഭഗവാനെ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്ന എന്തിനാ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, അഥവാ അറിയാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടേ ക്ഷമിച്ച് പുറത്ത് മാപ്പാക്കി എന്നെ രക്ഷിക്കണേ എന്നൊക്കെ വല്ലാതെ ഭഗവാനെ വിളിക്കുന്നുണ്ട്. കാരണം ജീവിതത്തിൽ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പരീക്ഷണങ്ങൾക്കകത്തൂടെ വളർന്നവരാണ്. തീയിൽ കുരുത്തവരെന്നൊക്കെ പറയില്ലേ, തീയിൽ കുരുത്തവർ വെയിലത്ത് പാടില്ല എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്ന കണക്ക് തീയിൽ കുരുത്തവരാണ് ഈ പറയുന്ന മൂലം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ എല്ലാറ്റവും കണ്ടവരാണ്, ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ബാക്കിയൊന്നുമില്ല. ശരിയല്ലേ മൂലംകാരി, ഞാൻ ഈ പറയുന്നത് ശരിയല്ലേ, വെറും വാക്കാണോ നിങ്ങൾ പറ, വേറെ ആരും പറയണ്ട, മൂലംകാർ ഇവിടെ ഉണ്ടെങ്കിൽ മൂലംകാർ പറ, ഞാൻ ഈ പറയുന്നത് ശരിയല്ലേ. ജീവിതത്തിൻ്റെ എല്ലാ അറ്റവും കണ്ടു, ഉള്ളതും കണ്ടു, ഇല്ലാത്തതും കണ്ടു, സ്നേഹവും കണ്ടു, അവഗണനയും കണ്ടു, ഒറ്റപ്പെടുത്തലും കണ്ടു, ചേർത്ത് പിടിക്കലും കണ്ടു, ജീവിതത്തിൻ്റെ എല്ലാ അറ്റവും കണ്ടു. പക്ഷെ ജീവിതത്തിൽ ഇന്ന് വരെ സ്വസ്ഥത അറിയാൻ പറ്റിയിട്ടില്ല. ഒന്ന് സ്വസ്ഥമായി വന്ന് ദൈവമേ ഒന്ന് ജീവിക്കാൻ തുടങ്ങുമ്പം വീണ്ടും പരീക്ഷണങ്ങളാണ് ജീവിതത്തിൽ. ഈശ്വരനെ വിളിക്കാത്ത നാളുകളില്ല, ദിവസങ്ങളില്ല. എഴുതി വെച്ചോളൂ, ഐശ്വര്യമാണ് പിറക്കുന്നത്. മെയ് 25 ഈ ഒരു ശുക്രമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സൗഭാഗ്യവും കൊണ്ടുവരും. ദീർഘനാളിന് ശേഷം സമാധാനമായിട്ട് എല്ലാം മറന്നൊന്നുറങ്ങുന്ന ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്നാണ് കാണുന്നത്. ഈ ശുക്രപ്രീതിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വപ്ന സാക്ഷാത്കാരമുണ്ടാകും, ജീവിത സൗഖ്യമുണ്ടാകും, കുടുംബജീവിതത്തിന് ഐശ്വര്യമുണ്ടാകും, സർവം മംഗളമായി കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ മൂലമാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത്. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. രേവതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മെയ് 25 എന്ന് പറയുന്നത് തിരിച്ചുവരവിൻ്റെ ദിവസാരംഭമാണ്. എന്താണ് തിരിച്ചുവരവിൻ്റെ ദിവസാരംഭം എന്ന് പറയുന്നത്? ഇവിടെ രേവതിക്കാരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം ശരിയാണോ എന്ന് നോക്കണം. ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത്, ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്ന് കരുതിയ പലതും കൈവിട്ടു പോയവരാണ് ഇവരെന്ന് പറയുന്നത്, രേവതിക്കാരെന്ന് പറയുന്നത്. കയ്യിൽ നിന്ന് വഴുതിപ്പോയിട്ടുണ്ട്, നിസ്സഹായമായിട്ട് നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടതെന്ന് കരുതിയത് പലതും കയ്യിൽ നിന്ന് ഊർന്നു പോയിട്ടുണ്ട്, വഴുതിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈശ്വരനോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, ഭഗവാനെ എനിക്ക് എന്തിനീ സങ്കടം തന്നു, എന്നെ എന്തിനിങ്ങനിട്ട് വലയ്ക്കുന്നു, എന്നെ എന്തിനാണ് ഈ പരീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചു പോയ നിമിഷങ്ങളുണ്ട്. പല ദിവസവും ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്, മനസ്സിൽ കരഞ്ഞിട്ടുണ്ട്. എന്താണ് മനസ്സിൽ കരയുക എന്ന് പറഞ്ഞാൽ? മനസ്സിൽ ഇങ്ങനെ കണ്ണീര് വാർക്കുക. നമ്മൾ പുറമേ കാണില്ല, പുറമേ കാണുന്നവർക്ക് തോന്നും ഓ അവൾ ഭാഗ്യവതിയല്ലേ, അവൻ ഭാഗ്യവാനല്ലേ, എല്ലാം ഉണ്ടല്ലോ, എല്ലാം സന്തോഷമല്ലേ. പക്ഷെ മനസ്സ് കരയുന്നത് ആരും കണ്ടില്ല എന്നുള്ളതാണ് സത്യമല്ലേ. രേവതിക്കാരിവിടെ ഉണ്ടോ? ആ രേവതിക്കാരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചുവരവിൻ്റെ ദിവസങ്ങളാണ്. തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ ഈ നഷ്ടപ്പെട്ടതും കയ്യിൽ നിന്ന് വഴുതിപ്പോയതും ഒക്കെ നിങ്ങളെ തേടി തിരിച്ചെത്തുന്ന കാലം. ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അതിനേക്കാൾ ഐശ്വര്യമായി. ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ വിചാരിച്ച് ഇതോടെ തീർന്നെന്ന്, അതിനേക്കാൾ നല്ല ഒന്നിനു വേണ്ടിയാണ് ആ നഷ്ടങ്ങളെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന ദിവസങ്ങളാണ്. നിങ്ങളുടെ സങ്കടം അതെത്ര വലുതായാലും ആ സങ്കടത്തിന് മുകളിൽ ഒരു സന്തോഷം വയ്ക്കാൻ ഈശ്വരൻ അവതരിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. വീട്ടിൽ ഈ നാളുകാർ രേവതിക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയണം, ധൈര്യമായിരിക്കാൻ പറയണം, സർവം ഗംഭീരമായി വരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖക്കാരുടെ ജീവിതം ബഹുരസമാണ്. ഉയർച്ച താഴ്ചകളുടേതാണ് വിശാഖക്കാരുടെ ജീവിതം എന്ന് പറയുന്നത്. എത്രത്തോളം ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടിക്ക് ദുഃഖം അനുഭവിച്ചവരാ വിശാഖക്കാരെന്ന് പറയുന്നത്. ചിലപ്പം സന്തോഷം എടുത്തു കഴിഞ്ഞാൽ ഒരു കൈക്കുമ്പളോളവും, സങ്കടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വലിയൊരു മലയോളവും ഉള്ളവരാണ് വിശാഖക്കാരെന്ന് പറയുന്നത്. ശരിയല്ലേ? മറ്റൊരു നാളുകാർക്കും ഈ അവസ്ഥയില്ല കേട്ടോ.
ശാങ്കാരുടെ ജീവിതം, ഇന്ന് വരെയുള്ള ജീവിതം ഏറെക്കുറെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൈപ്പിടിയോളം, നമ്മൾ പറയത്തില്ലേ കുന്നിക്കുരുവോളം എന്നൊക്കെ എന്ന് പറയുന്ന കണക്ക് ഒരു കൈപ്പിടിയോളമാണ് സന്തോഷം തളം കെട്ടി നിൽക്കുന്നത്. എന്നാൽ സങ്കടം തളം കെട്ടി നിൽക്കുന്നതോ വലിയൊരു കടല് പോലെ അല്ലെങ്കിൽ വലിയൊരു കുന്നുപോലെ സങ്കടവും കാണാൻ സാധിക്കും. അങ്ങനെ ജീവിച്ചവരാണ്. ആരോടും പരാതിയും പരിഭവവും, കാണുന്നവരെടുത്തല്ല ഇല്ലായ്മയും ദുഃഖവും പറഞ്ഞ് നടക്കുന്നവരല്ല വിശാഖക്കാർ. അവരെ അതിനൊട്ട് കിട്ടത്തുമില്ല. ശരിയാണോ ഞാൻ ഈ പറയുന്നത്? എല്ലാവരുടെ അടുത്തും പോയി അയ്യോ എനിക്കില്ലേ, അയ്യോ എനിക്കെല്ലാം പോയേ, അല്ലെ എനിക്കിതൊക്കെ വിഷമമാണേ എന്ന് പറഞ്ഞൊന്നും നടക്കത്തില്ല. അവനവൻ ഇല്ലെങ്കിൽ ഇല്ല, ഉള്ളിൽ ഇറുക്കിപ്പിടിച്ച് ഉള്ളിൽ മൊത്തത്തിൽ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് പുറമേ അത് കാണിക്കാതെ മുഖത്ത് പുഞ്ചിരി തൂകി എല്ലാവരുടെയും മുന്നിൽ അഭിനയിച്ച് ജീവിക്കുകയാണ് വിശാഖക്കാരെന്ന് പറയുന്നത്. സത്യമാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, പുറമേ നിൽക്കുന്ന മറ്റു ആളുകാർക്ക് മനസ്സിലാവണമെന്നില്ല. വിശാഖക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ വിശാഖക്കാരോട് ആത്മാർത്ഥമായിട്ട് ഭഗവാനെ സാക്ഷി നിർത്തി പറയട്ടെ, നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ തീർന്ന് ജീവിതം ഒന്ന് സ്ഥായിയായി സന്തോഷഭാവത്തിൽ എത്തുന്ന, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന, വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഭാഗ്യം കൊണ്ടൊന്നും കിട്ടുന്നതല്ല, നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് തന്നെ കിട്ടുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം കിട്ടുന്നതാണ്. കഠിനാധ്വാനവും പ്രാർത്ഥനയും കൊണ്ട് മാത്രം കിട്ടുന്ന, അല്ലാതെ ആരും നിങ്ങൾക്കിത് സൗജന്യമായിട്ട് തരുന്ന ഭാഗ്യങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്ന് അയ്യോ ഇതൊന്ന് നേടിയെടുക്കട്ടെ അവനൊരു കനിഞ്ഞു കൊടുക്കാമെന്ന് വിചാരിക്കുന്ന ഒന്നുമല്ല. നിങ്ങളുടെ വിയർപ്പിൻ്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഈശ്വരൻ തരുന്ന വരമാണ് ഈ മെയ് 25 കഴിയുമ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടാൻ പോകുന്നത്. ധൈര്യമായിരിക്കൂ വിശാഖക്കാർ, പ്രത്യേകിച്ചും സ്ത്രീകളോട് പറയുന്നു. മനസ്സൊക്കെ തകർന്നിരിക്കുകയായിരിക്കും, അറിയാം, കാണുന്നുണ്ട്. വിഷമിക്കരുത്. ഭഗവാനായിട്ട്, എൻ്റെ അമ്മ മഹാലക്ഷ്മിയായിട്ട് നിങ്ങളോട് പറയുകയാണ്, നല്ല ദിവസങ്ങൾ, ഉയർച്ചയുടെ ദിവസങ്ങൾ, ജീവിതത്തിൽ ജീവിക്കുന്നതിന് അർത്ഥമുണ്ടെന്ന് തോന്നുന്ന ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ പോവുകയാണ്. ധൈര്യമായിരിക്കൂ, നന്നായി വരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ്. അത്തങ്കാരുടെ കാര്യം ബഹുരസമാണ്. ജീവിതത്തിലെ ഓട്ടപ്പാച്ചിലുകളുടെ ഇടയിൽ നിൽക്കുക അത്തങ്കാരെന്ന് പറയുന്നത്. എന്താണ് ഓട്ടപ്പാച്ചിലുകൾ എന്ന് പറയുന്നത്? ജീവിതത്തിൽ മനസ്സിങ്ങനെ ഇളകി മറിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുക നാല് ദിക്കിനും. ഓരോന്നും കരുപ്പിടിപ്പിക്കാനായിട്ട് ജീവിതത്തിൽ നെട്ടോട്ടം ഓടുക എന്നൊക്കെ പറയത്തില്ലേ, ആ അവസ്ഥയിലാണ് ഈ അത്തം നക്ഷത്രക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത്തങ്കാരുടെ ജീവിതം ഇങ്ങനെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക എന്ന് പറയാൻ സാധിക്കും, കണ്ണും പൂട്ടി പറയാൻ സാധിക്കും. കാര്യം അത്രയേറെ പ്രശ്നങ്ങൾ, അത്രയേറെ ആശങ്കകൾ, അത്രയേറെ ചിന്തകൾ അത്തങ്കാരുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരു അത്തങ്കാരനോ അത്തങ്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണേ അവരെ. വേറെ ഒന്നും കൊണ്ടല്ല, പലപ്പോഴും അവർ ഒറ്റപ്പെട്ടു പോകുന്നവരായി അത്തങ്കാരെന്ന് പറയുന്നത്. പലപ്പോഴും പല ദുർഘടാവസ്ഥയിലും മറ്റുള്ളവരോടൊന്ന് വാതുറന്ന് പറയാൻ പോലും പറ്റാതെ ഒറ്റപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നവർ. അവർക്കൊരു കൈത്താങ്ങ് നൽകാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ മക്കളോ അല്ലെ വീട്ടിലുള്ള മുതിർന്നവരോ ആരെങ്കിലും അത്തം നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് വേറെ ഒന്നും വേണ്ട, ഒരു സ്നേഹമായിട്ടൊരു വാക്ക്, അല്ലെ അവർ വരുമ്പം സ്നേഹത്തോടു കൂടി കരുതലായിട്ടൊരു പ്രവൃത്തി ഒക്കെ അവർക്ക് കൊടുക്കണം കേട്ടോ. കാരണം ജീവിതത്തിൽ അതുപോലെ പ്രയാസപ്പെടുന്നുണ്ട്, നെട്ടോട്ടം ഓടുന്നുണ്ട്, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുടെ പുറകെ ജീവിതം കരുപ്പിടിപ്പിക്കാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നവർ അത്തങ്കാർ. അവരുടെ മനസ്സൊന്നും ഒലഞ്ഞൊക്കെ ഇരിക്കുന്ന സമയമാണ്. അത്തങ്കാർ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് അവർക്ക് കൃത്യമായിട്ട് കിട്ടും, പുറത്ത് നിൽക്കുന്ന മറ്റു നാളുകാർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, വീട്ടിൽ അത്തങ്കാരുണ്ടെങ്കിൽ ഒരു കൈത്താങ്ങ് നൽകിക്കോണം, അവരെ ഒന്ന് ചേർത്ത് പിടിച്ചോണം. ചിലപ്പോൾ നിങ്ങൾ ആ ചേർത്ത് പിടിക്കുന്ന ആശ്വാസമായിരിക്കും അവരുടെ ജീവിതത്തിൽ അവർക്ക് എല്ലാമായി തീരുന്നത് എന്ന് പറയുന്നത്. ആ അത്തം നക്ഷത്രക്കാരോട് പറഞ്ഞുകൊള്ളട്ടെ, ഈ ശുക്രമാറ്റം ഈ 25-ാം തീയതി മെയ് 25-ന് മാറുന്ന ഈ മാറ്റം ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു മാറ്റമായാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഇവർ കഷ്ടപ്പെട്ടതും ഇവർ നെട്ടോട്ടം ഓടിയതും ഒക്കെ ഇവർക്ക് ഫലം കിട്ടിത്തുടങ്ങുന്ന, ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും എന്തെന്ന് തൊട്ടറിയുന്ന ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. വീട്ടിൽ ഈ നക്ഷത്രക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തങ്കാരെ ചേർത്ത് പിടിക്കുക, സർവം മംഗളമാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതം മാറ്റത്തിൻ്റെ പാതയിലേക്ക് കയറാൻ പോവുക കേട്ടോ. ഈ 25 കഴിഞ്ഞു കഴിയുമ്പം മാറ്റത്തിൻ്റെ പാതയിലേക്ക് ജീവിതം കയറാൻ പോവുകയാണ്. എന്താണ് മാറ്റത്തിൻ്റെ പാത എന്ന് പറയുന്നത്? പുതിയ മേഖല, പുതിയ തൊഴിൽ മേഖല, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, പുതിയ ജീവിതം, അല്ലെങ്കിൽ പുതുതായിട്ട് തുടങ്ങി വെക്കുന്ന ചില സംരംഭങ്ങൾ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പ്രവർത്തികൾ, ഇതൊക്കെ തുടങ്ങാൻ പോകുന്ന, അല്ലെങ്കിൽ പുതിയൊരു ജീവിതം ഇവർക്ക് കൈവരാൻ പോകുന്ന ദിവസമാണ്
ഈ 25 കഴിയുമ്പോഴേക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നത്. വീട്ടിലൊരു അനിഴങ്കാരനോ അനിഴങ്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങുന്ന ദിവസങ്ങളാണ് മെയ് 25 കഴിയുമ്പം വരുന്നത്. മാറ്റങ്ങളെന്ന് പറയുമ്പോൾ ദോഷമായിട്ടുള്ള മാറ്റങ്ങളല്ല പറയുന്നത്, നല്ല മാറ്റങ്ങൾ, സന്തോഷം നൽകുന്ന മാറ്റങ്ങൾ, ജീവിതത്തിൽ അർത്ഥമുണ്ടാകുന്ന മാറ്റങ്ങൾ, ജീവിക്കുന്നതിന് അർത്ഥമുണ്ടാകുന്ന മാറ്റങ്ങൾ, ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി, ഈ നാളുകാരുടെ ഒരു പ്രസൻസ് കൊണ്ട് ആ വീടിന് മൊത്തത്തിലുണ്ടാകുന്ന സാമ്പത്തിക അഭിവൃദ്ധി. അതായത് വീട്ടിൽ ഒരു അനിഴം നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടെങ്കിൽ ആ വീടിന് മൊത്തത്തിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുമെന്നാണ് കാണുന്നത്. ഒരാൾക്കോ രണ്ടാൾക്കോ അല്ല, ആ വീടിന് മൊത്തത്തിൽ സാമ്പത്തിക ഭദ്രം. ഉദാഹരണത്തിന് മകനോ മകളോ ഈ പറയുന്ന നക്ഷത്രക്കാരിയോ നക്ഷത്രക്കാരനോ ആണെന്നിരിക്കട്ടെ, അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും വരെ അതിൻ്റെ പ്രഭ കിട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അനിഴങ്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിരിക്കും, നിങ്ങളുടെ വീടിനാണ് ഉയർച്ച കിട്ടാൻ പോകുന്നത്. എല്ലാം കൊണ്ടും, സാമ്പത്തികമായിട്ടായാലും മറ്റു കാര്യങ്ങളുണ്ടായാലും തൊഴിൽപരമായിട്ടായാലും എന്ത് കാര്യം കൊണ്ടായാലും ആ വീട് രക്ഷപ്പെട്ടിരിക്കും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു പുണർദംകാരനുണ്ട് എന്നുണ്ടെങ്കിൽ പുണർദംകാർക്ക് വളരെ 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 ഒരു പ്രത്യേകതയുള്ള ഒരു കാര്യമുണ്ട്. ഈ പുണർദം നക്ഷത്രം ചെന്ന് തൊടാൻ പോകുന്നതെല്ലാം സക്സസ് ആയി വരും, അല്ലെങ്കിൽ വിജയമായി വരും എന്നുള്ളൊരു കാലത്തിലേക്കാണ് ഈ മെയ് 25 കഴിയുമ്പം ചെന്നെത്താൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ വലിയ ചില മംഗള കാര്യങ്ങൾ ഇവരുണ്ട് എന്നുണ്ടെങ്കിൽ, പുണർദം നാളുണ്ട് എന്നുണ്ടെങ്കിൽ നടക്കാൻ പോവുക. എന്താണ് മംഗളകാര്യം എന്ന് പറയുമ്പം? പലരും വിചാരിക്കും മംഗളകാര്യം എന്ന് പറയുമ്പം കല്യാണം, വിവാഹം അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അല്ലല്ല, അത് മാത്രമല്ല. മംഗളകാര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ വലിയ രീതിയിൽ സന്തോഷം നൽകുന്ന, നിങ്ങളുടെ കുടുംബത്തിൽ ഒന്നടങ്കം ആനന്ദവും സമൃദ്ധിയും നൽകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ ഈ നാളുകാർ നേരിട്ടോ അല്ലെങ്കിൽ ഈ നാളുകാരുടെ ഒരു ഐശ്വര്യം കൊണ്ട് ആ വീട്ടിൽ മറ്റാരെങ്കിൽക്കോ അത്തരത്തിൽ ചില മംഗള ശുഭാനുഭവങ്ങൾ, ആ വീടിൻ്റെ ഗതി തന്നെ മാറ്റുന്ന അനുഭവങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിൽ ഈ നാളുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിരിക്കാൻ പറയണം. ഇവരുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ, സങ്കടങ്ങൾ, ഇന്നുവരെ അനുഭവിച്ച എല്ലാ മനപ്രയാസങ്ങളും ഒരു പരിധിവരെ മാറി ജീവിതം പച്ച പിടിക്കുന്ന കാലം വരാൻ പോവുകയാണ്. മെയ് 25 കലണ്ടറിൽ കുറിച്ചിട്ടോളൂ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്കും നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, മനപ്രയാസങ്ങൾ, കണ്ണീര് കുടിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില ദിവസമൊക്കെ രാത്രി ചെന്ന് കിടന്നു കഴിഞ്ഞാൽ കിടക്കുന്നിടത്ത് കിടന്ന് കരഞ്ഞിട്ടുണ്ട്. അതായത് ഉറക്കം വരാതെ പലതും ആലോചിച്ച് ഭഗവാനെ, ഭഗവതി എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്ന എന്തിനാ എന്നൊക്കെയുള്ള രീതിയിൽ ഉള്ളിൽ തറച്ച് പൂർണ്ണമായിട്ടും മനസ്സിൽ കൊണ്ട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അത് മറ്റാർക്കും അറിയത്തില്ല. നിങ്ങളുടെ വീട്ടിൽ അത്തരത്തിലൊരു നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടിലാർക്കും അത് അറിയത്തില്ല. പക്ഷേ അവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. ചെന്ന് കിടന്ന് പല ദിവസവും കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. പല ദുഃഖങ്ങളും ഭഗവാനോടും ഭഗവതിയോടും പറഞ്ഞിട്ടുണ്ട്. നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്രയും വലിയ ദുഃഖങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത്രയും എടുത്തു പറയുന്നത്. അത്രയും ദുഃഖങ്ങളുണ്ട്. ആ ദുഃഖങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് അലിഞ്ഞില്ലാതാവാൻ പോവുക കേട്ടോ. ഈ മെയ് 25 എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ തീർന്ന് ജീവിതം പച്ച പിടിച്ച് തുടങ്ങുന്ന, ജീവിതത്തിൽ ഐശ്വര്യം എന്ത് എന്ന് അറിഞ്ഞു തുടങ്ങുന്ന ദിവസങ്ങൾ വരാൻ പോവുകയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാരുടെ കാര്യം ബഹുരസമാണ്. ശത്രുക്കളുടെ ഒരു വലിയ പട തന്നെ ഇവർക്കെതിരെ നിൽപ്പുണ്ട് എന്നുള്ളതാണ്. ജീവിതത്തിൽ എങ്ങോട്ട് തിരിഞ്ഞാലും, ഏത് കാര്യത്തിന് തിരിഞ്ഞാലും ഈ പൂയം നക്ഷത്രക്കാർക്ക് ശത്രുതയുടെ ഒരു കുറവും ഉണ്ടാവത്തില്ലെന്നുള്ളതാണ്. ജീവിതത്തിൽ എന്തില്ലെന്ന് പറഞ്ഞാലും ശത്രുക്കളുടെ ഒരു ഇത് മാത്രം ജീവിതത്തിൽ ഒരിക്കലും കുറവുണ്ടാവില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും, ജോലി ചെയ്യുന്നിടത്ത്, ഇവർ താമസിക്കുന്നിടത്ത്, ഇവരുടെ കുടുംബ ബന്ധങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിൽ, ഇവരുടെ ബന്ധുജനങ്ങൾക്കിടയിൽ, എന്തിനു പറയുന്നു, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഏറ്റവും വലിയ ശത്രുവായി തീരുന്ന ഒരു സത്യം ഇവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ശരിയാണോ പൂയം നക്ഷത്രക്കാർ ഞാൻ ഈ പറയുന്നത്? ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് വ്യക്തികളെ കൊണ്ടുള്ള ദുഃഖങ്ങൾ, ഒരുപാട് പേര് ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം തച്ചുടയ്ക്കാൻ, നിങ്ങളുടെ ജീവിതം താറുമാറാക്കാൻ, നിങ്ങളുടെ സന്തോഷങ്ങളെ തല്ലിക്കെടുത്താൻ, നിങ്ങളോട് അസൂയയും കുശുമ്പും അല്ലെങ്കിൽ പല രീതിയിലുള്ള വൈരാഗ്യവും ഉള്ളവർ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്.
പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാൻ പോകുന്നില്ലല്ലോ, ഞാൻ ആരുടെ ഒരു കാര്യത്തിലും തലയിടാൻ പോകുന്നില്ലല്ലോ, ഞാൻ എൻ്റേത് മാത്രം നോക്കി സമാധാനമായിട്ട് സന്തോഷമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ, അവരെന്തിനാണ് എൻ്റെ ജീവിതത്തിൽ തലയിട്ട് ഈ ദുർഘടങ്ങളൊക്കെ വരുത്തി വയ്ക്കുന്നത്, എന്തിനാണ് ഈ പ്രാക്കും വിളിയും എന്നോട് മാത്രം എന്നൊക്കെ ഈശ്വരനോട് പലപ്പോഴും പൂയംകാർ ചോദിച്ചിട്ടുണ്ട്. ശരിയല്ലേ? പൂയൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ പ്രാക്കും വിളിയും എരിച്ചിലും കണ്ണീറും എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. ശരിയാണോ ഞാൻ ഈ പറയുന്നത്? ജീവിതത്തിൽ ഒരുപാട് തകരണമെന്ന് ആഗ്രഹിച്ച ആളുകൾ, നശിക്കണമെന്ന് ആഗ്രഹിച്ചവർ ചുറ്റുമുള്ളവരാണ് പൂയൻ നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ആ പൂയൻകാരോട് പറഞ്ഞുകൊള്ളട്ടെ, ഈ ശക്തികളെയെല്ലാം തച്ചുടയ്ക്കുന്ന ഒരു ജീവിതം, ഈ ശക്തികളെ ഒക്കെ മാറ്റി നിർത്തി അപ്രസക്തരാക്കി നിങ്ങളുടെ ജീവിതത്തിൽ ചില വിജയങ്ങൾ ഈ മെയ് 25 കഴിയുമ്പം വരാൻ പോവുക. നിങ്ങളുടെ വീട് രക്ഷപ്പെടും, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും, സർവം മംഗളമായി തീരും. എന്തെന്നറിയാത്ത ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുകയും നിങ്ങളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും. നിങ്ങളുടെ വീട് രക്ഷപ്പെടും, ജീവിതം രക്ഷപ്പെടും, നിങ്ങൾ സർവ്വ ഐശ്വര്യത്തിൻ്റെ കൊടുമുടി കയറുകയും ചെയ്യുന്നതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഒരുപാട് വയ്യായ്മകളുണ്ട്. വയ്യായ്മകൾ എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ളതുണ്ട്, വേറെ മാനസികമായിട്ടുള്ള വയ്യായ്മകളുണ്ട്. പല രീതിയിൽ മൊത്തത്തിലൊന്ന് ജീവിതത്തിൽ ഡൗൺ ആയിട്ടിരിക്കുക. എന്താണ് ഡൗൺ ആയിട്ടിരിക്കുക എന്ന് ഉദ്ദേശിച്ചത്? ഒരു മന്ദത ബാധിച്ച്, അല്ലെങ്കിൽ ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ, എന്തോ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു മന്ദത, വല്ലാത്തൊരു ചിന്ത, ഒരു മനപ്രയാസം, ചിലപ്പോൾ ചില കാര്യങ്ങൾ ഓർത്തുകൊണ്ടുള്ള ആശങ്ക, ചിലതൊക്കെ തേടിച്ചെന്ന് കഴിഞ്ഞാൽ ചില സത്യങ്ങളുണ്ട് താനും, ചില ദുഃഖങ്ങളൊക്കെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, ചില ആശങ്കകൾ, ചില വരുംവരാഴികളെക്കുറിച്ചുള്ള ചില ചിന്തകൾ, ഇതൊക്കെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഭരണിക്കാരെ സംബന്ധിച്ചിടത്തോളം. ശരിയല്ലേ? ഭരണി നക്ഷത്രക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഭരണിക്കാരോട് ഞാൻ എടുത്തു പറഞ്ഞുകൊള്ളട്ടെ, ഇതൊന്നും കൊണ്ട് നിങ്ങളുടെ മനസ്സ് മാറരുത്. നിങ്ങൾ എന്ത് കാര്യത്തിലാണോ പ്രവർത്തിക്കുന്നത് അതിൽ 100% നൽകി, നിങ്ങളെക്കൊണ്ട് എന്ത് നൽകാൻ പറ്റുമോ അത് നൽകി പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ റിസൾട്ടോ എന്ത് വരും എന്ത് കിട്ടും എന്നൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ധൈര്യമായിട്ട് ചെയ്തങ്ങ് മുന്നോട്ട് പോവുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന മതി, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ചെയ്ത് മുന്നോട്ട് പോകും. നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കാൻ ഭഗവാൻ അവതരിക്കും, അല്ലെങ്കിൽ ഭഗവതി അവതരിക്കും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പേര് വന്നിട്ട് അയ്യോ അത് വേണ്ട, ഇത് വേണ്ട, അത് ശരിയാവില്ല, നീ നശിച്ചു പോകും, അങ്ങനെ പല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള വർത്തമാനങ്ങളും പറയും. അതൊന്നും ശ്രദ്ധിക്കേണ്ട. നിങ്ങളുടെ മനസ്സെന്താണ് നിങ്ങളോട് മന്ത്രിക്കുന്നത് അത് ചെയ്ത് മുന്നോട്ട് പോകും. ഈ മെയ് 25 കഴിയുമ്പം അതിനൊക്കെ ഫലങ്ങൾ കണ്ടു തുടങ്ങും. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ റിസൾട്ട് വന്നു തുടങ്ങും എന്നുള്ളതാണ്. ഏറ്റവും ഐശ്വര്യമുള്ള ഒരു നക്ഷത്രമായി ഭരണി മാറുകയും ചെയ്യുന്നതാണ്. ഭരണിക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവരോട് പറയണം. ചിലപ്പോൾ ഒരുപാട് അപ്സെറ്റായിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും ഇവർ. ഒരു ധൈര്യം കൊടുത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരോട് പറയണം, അല്ലെ അവരെ കേൾപ്പിക്കണം. അറിഞ്ഞ് മുന്നോട്ട് പോകട്ടെ, നല്ലതേ വരുള്ളൂ, നന്നായിരിക്കും. ഭഗവാനെ സാക്ഷി നിർത്തി പറയുന്നു, ഭഗവതിയെ സാക്ഷി നിർത്തി പറയുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ അവതരിച്ചിരിക്കും എന്നുള്ളതാണ്. ഭരണിക്കാർ ധൈര്യമായി മുന്നോട്ട് പോകും. അപ്പോൾ ഈ പറഞ്ഞ ഏകദേശം 10 നാളുകാരെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞത്. മെയ് 25 നിർണായകമായിട്ടുള്ള ഒരു സമയമാറ്റമാണ്. ഏറ്റവും നന്നായി വരും. ശുക്രാനുഗ്രഹത്താൽ സർവം ഗംഭീരമായി കിട്ടും. എന്തെങ്കിലും ചോദ്യങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്നായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.